ونسلم على حبيبك محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان وفقنا فيه للقيام والصيام وتلاوة القرآن. ബഹുമാനരായ പണ്ഡിതന്മാർ, നല്ലവരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സമസ്ത കേരള സുന്നി യുവജന സംഘം സീബ് കമ്മിറ്റി സംഘടിപ്പിച്ച ഇസ്ലാമിക പ്രബോധന സംഗമത്തിലാണ് നമ്മൾ. വളരെ വിപുലമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പ്രദേശത്തെ സമൂഹത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നതിന് ഈ പ്രദേശത്തെ പ്രവർത്തകർ സംഘടിപ്പിക്കുന്ന ഈ സംഗമം അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രസ്ഥാനം നവോത്ഥാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്ത് കാലങ്ങളായി നിലനിൽക്കുന്ന നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പണ്ഡിത സമൂഹം പുതിയ നൂറ്റാണ്ടിൽ പുതിയ സാഹചര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പുതുവിപ്ലവങ്ങളുമായി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നവോത്ഥാന ക്യാമ്പയിന് തീർച്ചയായും വളരെ വലിയ പ്രസക്തിയുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തും നാം വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സീബിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളാണ് ഈ പരിപാടിയോടനുബന്ധിച്ച് നാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ നടന്നു വരുന്ന മദ്രസകൾ, സ്വലാത്ത് സദസ്സുകൾ, ദിക്ർ ഹൽക്കകൾ, ആഴ്ചകൾ തോറും നടന്നു വരുന്ന മതപ്രഭാഷണ വേദികൾ എന്നിവയ്ക്ക് പുറമെ ഈ പ്രദേശത്തെ കുടുംബങ്ങളെയും സാധാരണക്കാരെയും ഉദ്യോഗസ്ഥരെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള മുഴുവൻ സംരംഭങ്ങളിലും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഇതുവരെ സഹകരിച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിക്കുകയും നമ്മുടെ പ്രബോധന ദൗത്യം കൂടുതൽ സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. സീബ് അനുഗ്രഹീത രാജ്യമാണ്. ഈ സീബിൽ എത്താൻ ഭാഗ്യം ലഭിച്ച നമ്മളും അനുഗ്രഹീതരാണ്. ഘാതങ്ങൾക്കപ്പുറത്തു നിന്ന് സ്വന്തം വീടും കുടുംബവും പ്രിയപ്പെട്ടവരെയും ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരിക്കലും തൻ്റെ വീടും കുടുംബവും മറക്കാൻ വേണ്ടി വന്നവരല്ല. അവരോട് വിയോജിപ്പുള്ളത് കൊണ്ട് വന്നതുമല്ല. പലപ്പോഴും പാടി പറഞ്ഞു പഠിച്ചതുപോലെ മെഴുകുതിരികളായി തകർന്നു പോകുന്ന നിങ്ങളുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തി പച്ച പിടിക്കുന്ന കേരളീയ ഗ്രാമങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്, ആ ഗ്രാമങ്ങളിലെ കുസുമങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്, അവിടെയുള്ള പാവപ്പെട്ട സഹോദരിമാരെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നിങ്ങളുടെ ദൗത്യം, ആ ദൗത്യത്തിന്റെ പ്രാധാന്യവും നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തത്തിന്റെ ഗൗരവവും നാം മനസ്സിലാക്കുന്നത്. ദീർഘമായി ഞാൻ ഈ സമയത്ത് സംസാരിക്കുന്നില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിങ്ങൾ കാണിക്കുന്ന ഈ ത്യാഗത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓർത്തു നോക്കൂ, നിങ്ങൾ കാതങ്ങൾക്കപ്പുറം ഈ സീബിൽ എത്തിപ്പെട്ടിട്ട് വർഷങ്ങളായി. 10 വർഷവും 15 വർഷവും 20 വർഷം പോലുമായ എത്രയോ സുഹൃത്തുക്കൾ ഈ പ്രദേശത്തുണ്ട്. അവരെല്ലാവരും ഇത്രയും കാലം ഈ രാജ്യത്ത് ജീവിച്ചപ്പോഴും ഈ സീബിന്റെ സൗന്ദര്യവത്തായ സൗകര്യങ്ങളെ കൂടുതൽ വികസിപ്പിച്ചെടുത്തുകൊണ്ട് എന്റെ സീബിലെ ജീവിതത്തെ സുഭിക്ഷമാക്കണമെന്ന് ഒരിക്കൽ പോലും ആലോചിക്കുന്നില്ല. അത്യാധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സീബിൽ, ആ സീബിലെ AC റൂമിൽ സുഖകരമായ അന്തരീക്ഷത്തിൽ എന്തു സൗകര്യങ്ങളും കയ്യെത്തിപ്പിടിക്കാവുന്ന മേഖലയിൽ ലഭിച്ചിട്ടും അവയ്ക്ക് പ്രാധാന്യം നൽകാതെ ഇവിടെ വെച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സംഖ്യകളും നാം നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ പാടുപെടുകയാണ്. എന്തേ കാരണം? നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സീബ്, ആ സീബിനപ്പുറത്ത് കേരളീയ ഗ്രാമാന്തരീക്ഷത്തിലെ ഹിമഗിരികൾ നിങ്ങളെ മനസ്സിനെ ഇപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. കാതങ്ങൾക്കപ്പുറമുള്ള ആ ഗ്രാമങ്ങളിൽ കൊച്ചു കുടിലുകളാണ് നിങ്ങൾക്കുള്ളത്. ഈ വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളോട് സമാനമായി നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടും മലയാളത്തിന്റെ പച്ച പിടിച്ച ഗ്രാമങ്ങളിലെ കൊച്ചു കൂരകളിലേക്ക് നിങ്ങളെ മനസ്സുകളെ വലിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ?
എന്തുകൊണ്ട് ഈ സീബിന്റെ സൗകര്യ വർധനവിനെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം നിങ്ങളുടെ മനസ്സ് എല്ലാ സമയത്തും നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെയുള്ള സംവിധാനങ്ങളിൽ മനസ്സ് തട്ടി നിൽക്കുന്നതിന് പകരം നിങ്ങളുടെ ആ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, സീബിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളുടെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമേ അങ്ങ് നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. എന്നിട്ടും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ചിന്തയിൽ മുഴുവനും എൻ്റെ ഗ്രാമം, ആ ഗ്രാമത്തിലെ ഒരു ചെറിയ വീട്, ആ വീടിന്റെ മുൻഭാഗത്തെങ്കിലും ഇത്തിരി ഗ്രാനൈറ്റ് പതിക്കാൻ എനിക്കാവുമോ? അതിന്റെ ചുറ്റുമതിൽ ഭംഗിയാക്കാനാകുമോ? അതിന്റെ ചുറ്റുഭാഗത്ത് കൊച്ചു ചെടികൾ നട്ടുപിടിപ്പിക്കാനാകുമോ? എൻ്റെ വീട് ഒത്തിരി കൂടി മോടി കൂട്ടാനാകുമോ? ഈ ചിന്തയാണ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടുന്ന നിങ്ങൾ 12 മണിക്കൂർ ജോലി ചെയ്ത് തളർന്ന് ക്ഷീണിച്ചു വരുമ്പോഴും നിങ്ങളുടെ മനസ്സിനെ പിറ്റേ ദിവസവും ആ ജോലിക്ക് പര്യാപ്തമാക്കുന്നത് വലിയൊരു പരീക്ഷയാണ്. എൻ്റെ ഗ്രാമത്തിൽ എനിക്ക് വേണ്ടി ഒരു വീട് പണിതുയർത്തിക്കൊണ്ടിരിക്കുന്നു. ആ വീട് പണി പൂർത്തിയാക്കുക എന്നത് എൻ്റെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമാണ്. അതിനുവേണ്ടി ത്യാഗം സഹിക്കാനും കുടുംബ ബന്ധങ്ങളെ താൽക്കാലികമായി അകലേക്ക് മാറ്റി നിർത്താനും നാം തയ്യാറാകുന്നു. പക്ഷേ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിക്കുന്നത്, എന്തേ നിങ്ങൾക്ക് ഈ സീബിൽ നിന്ന് ലഭിക്കാത്ത മാനസിക സംതൃപ്തി നിങ്ങളുടെ നാടുമായി ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ നാട്ടിലേക്ക് അടുക്കുമ്പോൾ, നിങ്ങളുടെ നാട്ടിലേക്ക് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഇവിടെയാണ് നമുക്കൊരു ഉത്തരം കണ്ടെത്താനാവുന്നത്. ഈ സീബിൽ ഒരിക്കലും ശാശ്വതമായ നിങ്ങൾക്ക് ജീവിതമില്ല. ഏത് സമയത്തും നിങ്ങളെ ഈ സീബിൽ നിന്ന് കയറ്റിവിടാം. ഏത് സമയത്തും നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കേണ്ടി വരും. എപ്പോഴാണ് നിയമങ്ങൾ കടന്നു വരുന്നത് അറിഞ്ഞുകൂടാ. സ്വദേശിവൽക്കരണത്തിന്റെ ശക്തമായ മുന്നേറ്റങ്ങൾക്കിടയിൽ ഇന്നോ നാളെയോ ഈ ഇരിക്കുന്ന ഓരോരുത്തരും നാട്ടിലേക്ക് കടന്നു നീങ്ങേണ്ടവരാണ്. ആ കടന്നു ചെല്ലുന്ന സമയത്ത് എനിക്ക് താമസിക്കാനുള്ള എൻ്റെ വീട് അതെത്ര ചെറുതാണെങ്കിലും അഭംഗിയാണെങ്കിലും സൗകര്യക്കുറവാണെങ്കിലും അതെനിക്ക് ഏറെക്കാലം ജീവിക്കാനുള്ളതാണ്. ഈ പ്രതീക്ഷയാണ് സീബിലുള്ള എൻ്റെ കൂട്ടുകാരെ നാടുമായി ബന്ധപ്പെടുത്തുകയും ഇവിടെ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാക്കുകയും ചെയ്യുന്നതെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ചോദിക്കുന്നത്, ആ നാട്ടിൽ മലയാള കരയുടെ ഹിമഗിരിക്കടയിൽ നിന്നുള്ള നിങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ നിങ്ങൾക്ക് എത്ര കാലം ജീവിക്കാൻ സാധിക്കും? ഒരു വാക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിക്കട്ടെ. ഈ ഇരിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു അബ്ദുറഹിമാനെ ഞാൻ ഉദാഹരിക്കാം. അബ്ദുറഹിമാൻ 5 വയസ്സിൽ സ്കൂളിൽ ചേർന്നതാണ്. 5 വയസ്സിന് ശേഷം 12 വർഷം +2 വരെ അവൻ പഠനം പൂർത്തിയാക്കി. +2വിന് ശേഷം അവൻ 1, 2, 3 വർഷം കൂടി പഠിച്ചു. ഏറെ വൈകാതെ ഗൾഫിലേക്ക് കയറി. 10 വർഷമായി സീബിൽ അവൻ അധ്വാനിക്കുകയാണ്. ആ അധ്വാനത്തിന്റെ ഫലമായി അവന് ലഭിച്ച സമ്പാദ്യം കൊണ്ട് അവന്റെ ഗ്രാമം, എൻ്റെ നാടിന് തൊട്ടടുത്ത മഞ്ചേരിയിൽ ഞങ്ങളൊരു കൊച്ചു വീട് നിർമ്മിച്ചു. ആ വീടിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോ നാട്ടുകാരെ മുഴുവനും വിളിച്ചു വരുത്തി. സൗകര്യപ്രദമായ സ്ഥലത്തുള്ള ആ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയ അതിഥികൾ മുഴുവനും വന്ന് സന്തോഷം പങ്കിട്ട് തിരിച്ചു പോകുമ്പോ ആവേശത്തോടെ സന്തോഷത്തോടു കൂടി എല്ലാവരെയും യാത്രയാക്കി. ആ ദിവസം വൈകുന്നേരമാകുന്നു. മനസ്സിന് എന്തൊരാഹ്ലാദം! ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ വീട്ടിൽ ആദ്യമായി അന്തിയുറങ്ങുകയാണ്. പ്രേണേശ്വരിയോടൊത്ത് ആലിംഗനാമഗ്നനായി കിടന്ന ആ കൂട്ടുകാരൻ അന്നത്തെ പോലെ സന്തോഷിച്ച മറ്റൊരു ദിവസമില്ല. ബുദ്ധിയും വിവേകവും വെക്കുന്നതിന് മുമ്പേ പഠനം നടത്തിയതും ആ പഠനത്തിനു ശേഷം അധ്വാനിച്ചതും അവൻ നേടിയെടുത്തതും മുഴുവനും ഈ ഒരു വീടിന് വേണ്ടിയാണ്. ആ വീടിന്റെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. സന്തോഷത്തിന്റെ ദിവസങ്ങൾ ആദ്യത്തെ രാത്രി കടന്നു വരികയാണ്. അർദ്ധരാത്രി സമയമായി. 3 മണിക്ക് അബ്ദുറഹിമാൻ എണീക്കുന്നു. ഭാര്യയെ വിളിച്ച് ഭാര്യയോട് സ്വകാര്യമായി പറഞ്ഞു, എനിക്കൊരു അസ്വസ്ഥത. സ്വാഭാവികമായും ഭാര്യയ്ക്ക് തോന്നി ക്ഷീണം കൊണ്ടായിരിക്കും. ഉടനെ ഹോർലിക്സുമായി ഭാര്യ കടന്നു വന്നു. ഭർത്താവിന്റെ കയ്യിലേക്ക് വെള്ളപ്പാത്രം നൽകുമ്പോൾ ഭർത്താവിന്റെ കൈ വിറച്ചുകൊണ്ടിരിക്കുന്നു. സന്തോഷത്തോടുകൂടി സമാധാനിപ്പിച്ചുകൊണ്ട് വെള്ളം കുടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അബ്ദുറഹിമാന് നെഞ്ചുവേദന വർദ്ധിക്കുകയാണ്.
പാവം അബ്ദുറഹിമാൻ വേദന കൊണ്ട് പിളയുമ്പോ അസഹ്യമായ വേദനയോടുകൂടി പ്രയണേശ്വരി ആ പെൺകുട്ടി ഫോൺ ചെയ്തു വാഹനമെത്തി. നേരെ ആശുപത്രിയിലേക്ക് എടുക്കുന്നു. ആശുപത്രി ബെഡിന്റെ തളർന്നു കിടക്കുന്ന അബ്ദുറഹിമാന്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാരുടെയും കുടുംബങ്ങളുടെയും വീട്ടുകാരുടെയും മുന്നിൽ അബ്ദുറഹിമാൻ എന്നേക്കുമായി കണ്ണടക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, ഇത് സംഭവിക്കാവുന്ന ഒരു സംഭവമാണെങ്കിൽ, ഇത് നമുക്ക് പലപ്പോഴും അനുഭവമുള്ളതാണെങ്കിൽ, നമ്മുടെ പല കൂട്ടുകാരും ഇത് അനുഭവിച്ചറിഞ്ഞവരാണെങ്കിൽ, ആ അബ്ദുറഹിമാനുകൾ ആയി മാറേണ്ടവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ, ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ കൂട്ടുകാരെ, ആ അബ്ദുറഹിമാന് ഇതുവരെ അധ്വാനിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? എന്ത് നേടിയെടുക്കാൻ സാധിച്ചു അബ്ദുറഹിമാന്? ഇത്രയും കാലത്തെ പഠനം കൊണ്ട്, ഇത്രയും കാലത്തെ കഠിനാധ്വാനം കൊണ്ട്, ഇത്രയും കാലത്തെ രാപ്പകലില്ലാത്ത ചിന്ത കൊണ്ട്, ഇത്രയും കാലത്തെ വിയർപ്പൊഴുക്കൽ കൊണ്ട് അബ്ദുറഹിമാന് സാധിച്ചെടുക്കാൻ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? തന്റെ പ്രിയപ്പെട്ട വീടാണെങ്കിൽ ആ വീട്ടിൽ ഒരു ദിവസത്തെ ഗ്യാരണ്ടി പോലും അബ്ദുറഹിമാന് നൽകാൻ സാധിച്ചിട്ടില്ല. ഒരു ദിവസത്തെ ഗ്യാരണ്ടി പോലും ഇല്ലാത്ത വീടിന് വേണ്ടിയാണ് നാം ഇത്രയും കഷ്ടപ്പെടുന്നത്. 12 മണിക്കൂറിലേറെ ജോലി ചെയ്യുന്നവരാണ് പലപ്പോഴും ഗൾഫ് സുഹൃത്തുക്കൾ. ആ 12 മണിക്കൂറിലേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ സുഹൃത്തുക്കൾക്ക് ആകെ താല്പര്യം നിലനിൽക്കുന്നത് അവർക്ക് ഡ്രാഫ്റ്റ് വീട്ടിലേക്ക് അയക്കണമെന്നാണ്. കഠിനാധ്വാനം ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന പണം കൊണ്ട് വീട് സൗരഭ്യമാക്കണമെന്നാണ്. പക്ഷേ ആ വീട്ടിലേക്കുള്ള നമ്മുടെ ഡ്രാഫ്റ്റുകൾ കൊണ്ട് നാം നേടിയെടുക്കുന്ന വീടുകൾക്ക് ഒരു ദിവസത്തെ ഗ്യാരണ്ടി പോലും ഇല്ലെങ്കിൽ, ആ വീടുകൾക്കപ്പുറം എന്റെ കൂട്ടുകാരൻ അബ്ദുറഹിമാൻ കടന്നു പോകുന്നൊരു വഴിയുണ്ട്. എങ്ങോട്ടായിരിക്കും ആ വഴി? എന്റെ കൂട്ടുകാർ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ മനസ്സിന്റെ ഭാഷയിൽ ഞാൻ പറയട്ടെ, പാവപ്പെട്ട അബ്ദുറഹിമാന്റെ സൗന്ദര്യവത്തായ വീട്, ആ വീടിൽ ഗ്രാനൈറ്റ് പതിച്ചിട്ടുണ്ട്, അതിന്റെ ചുറ്റുമതിൽ മോടി കൂട്ടിയിട്ടുണ്ട്, അതിന്റെ ചുമരുകൾ എല്ലാ ഫർണിച്ചറുകളും ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങി നിൽക്കുന്ന വീട്ടിൽ നിന്ന് നാം എല്ലാവരും കൂടി അബ്ദുറഹിമാനെ ഒരുക്കി കൂട്ടി കൊണ്ടുപോകുന്ന ഒരു വീടുണ്ട്. ആ വീട് പള്ളിക്കാടാണ്, മക്ബറയാണ്. എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഓർത്തു നോക്കൂ, അങ്ങ് ദൂരെ നിങ്ങളുടെ നാട്, ആ നാട്ടിൽ തലയുയർത്തി നിൽക്കുന്ന മുനാരം, ആ മിനാരങ്ങൾക്ക് താഴെ നിൽക്കുന്ന പള്ളി, ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഖബറുകൾ. ഒരു മിനിറ്റ് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. ഈ തവണ നാട്ടിലെത്തുമ്പോ എന്റെ കൂട്ടുകാരൊരു ചെറിയ കാര്യം ചെയ്യണം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങൾ നാട്ടിലെത്തിയാൽ വളരെ കുറഞ്ഞ കാലത്തിനാണ് നാട്ടിൽ വരുന്നത്. കേവലം 2 മാസത്തിനാണ് നിങ്ങൾ നാട്ടിലെത്താറുള്ളത്. ആ 2 മാസത്തിന് നാട്ടിലെത്തുന്ന എന്റെ കൂട്ടുകാർ ആ നാട്ടിലെത്തിയാൽ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്തേ നമുക്ക് ചെയ്തു തീർക്കാനുള്ളത്? നാട്ടിലെത്തിയതിന്റെ പിറ്റേ ദിവസം അർദ്ധരാത്രി സമയത്ത് മെല്ലെ നിങ്ങൾ പള്ളിയിലെത്തണം. ആ പള്ളിയിൽ അർദ്ധരാത്രി സമയത്ത് ഒറ്റയ്ക്ക്, അല്പം ചാറൽ മഴയുള്ള ദിവസമായാൽ സന്തോഷമായി, ആ പള്ളിയിലെത്തിയാൽ ഉടനെ എന്റെ കൂട്ടുകാർ ചെയ്യേണ്ടത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ മക്ബറയുള്ള പള്ളിയുടെ ചാരത്ത് അർദ്ധരാത്രി ഒറ്റയ്ക്ക് നിൽക്കുന്നു. ശാന്തമായ, ഭീകരമായ, ഭീതിതമായ അന്തരീക്ഷം. നിങ്ങളല്ലാതെ മറ്റാരും അവിടെ ഉണർന്നിരിക്കുന്നില്ല. അർദ്ധരാത്രി സമയം, കൂരിരുട്ട്. ഒരു ഭാഗത്ത് പള്ളിയുടെ കറുത്ത അടയാളം നിങ്ങൾ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു. നിങ്ങളുടെ ഇടതുഭാഗത്ത് ഒരുപാട് ഖബറുകൾ നിരനിരയായി കിടക്കുന്നു. 5 മിനിറ്റ് സമയം പള്ളിയിലേക്കും ആ ഖബറിലേക്കും എടുത്തു നോക്കുക. ആ ഖബറിൽ നിന്ന് മെല്ലെ ഓരോ ഖബറാളികളെ കുറിച്ചും നിങ്ങൾ ആലോചിക്കുക. നാട്ടിലെ പ്രമാണിമാർ, തങ്ങളെപ്പോലെ ഗൾഫിലേക്ക് പോയ സുഹൃത്തുക്കൾ, അറിയപ്പെട്ട പ്രഭാഷകന്മാർ, വലിയ വലിയ നേതാക്കൾ, ധീരരായ ഒരുപാട് യുവാക്കൾ, രാഷ്ട്രീയ നേതൃത്വം, രാജ്യത്തെ മതപണ്ഡിതന്മാർ, വിവിധ സ്വഭാവങ്ങളിലൂടെ ജീവിച്ചു വന്ന നല്ലവരും ചീത്തയാളുകളുമായ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യ സമൂഹം. ആ സമൂഹത്തെ നിങ്ങൾ അല്പസമയം മനസ്സിൽ കണ്ട് ആ അർദ്ധരാത്രി പള്ളിയുടെ ഓരത്തേക്ക് അല്പം നോക്കി നിന്ന് ആരുമില്ലാത്ത ആ മക്ബറയിലൂടെ ഓരോ ഖബർ എടുത്തു ചാടി നിങ്ങൾ പള്ളിക്കാടിന്റെ നടുവിലെത്തണം. നിങ്ങൾ ഒറ്റയ്ക്ക് പള്ളിക്കാട്ടിൽ നിൽക്കുകയാണ്. ആരും നിങ്ങളെ കൂടെയില്ല. നിങ്ങളെ ചുറ്റുഭാഗത്ത് നിറയെ ഖബറുകൾ, കൂരിരുട്ട്.
അർദ്ധരാത്രി സമയം ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം. ഒരു 10 മിനിറ്റ് സമയം നിങ്ങളെ ചുറ്റുഭാഗത്തുള്ള ഖബറിലേക്ക് ആ കൂരിരുട്ടിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഏകനായി നോക്കി നിൽക്കുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ഖബറും കെട്ടിപ്പിടിച്ച് അരമണിക്കൂർ സമയം കിടക്കാൻ എന്റെ സീബിലെ ഹൃദയമുള്ള കൂട്ടുകാരെ, നിങ്ങൾക്ക് ധൈര്യം വരുമോ? സാധിക്കുമോ? പരീക്ഷിക്കണം. നാം ഭീതിപ്പെട്ടിട്ട് പ്രയോജനമില്ല. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും ആ ഖബറിൽ എത്തേണ്ടവരാണ് നമ്മൾ. ആ ഖബറിൽ പോകാതെ ഞാൻ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ഒരാളും എന്റെ സദസ്സിലില്ല. ഇന്നോ നാളെയോ എന്ന വ്യത്യാസം മാറ്റിവെച്ചാൽ തീർച്ചയായും ഖബർ ഒരു സത്യമാണ്. ആ ഖബറിന്റെ ആഴിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലേണ്ടവരാണ്. ആ ഖബറിന്റെ മുകളിൽ ഒറ്റയ്ക്ക് കിടക്കാൻ ധൈര്യമില്ലാത്ത എന്റെ കൂട്ടുകാരെ, ഞാൻ ചോദിക്കുന്നത്, ഖബറിന്റെ മുകളിൽ അർദ്ധരാത്രി കൂരിരുട്ടിൽ അരമണിക്കൂർ സമയം പോലും കിടക്കാനാകാത്ത നിങ്ങൾ ആ ഖബറിന്റെ ഉള്ളിലാണെങ്കിലോ? ഇന്ന് നിങ്ങൾ പൊട്ടിക്കരഞ്ഞാൽ കേൾക്കാൻ ആളുകളുണ്ടല്ലോ, ഇന്ന് നിങ്ങൾ കോടാൻ കാലുകളുണ്ടല്ലോ. ആ ഖബറിൽ മണ്ണിനടിയിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്. അവിടെ കേൾക്കാൻ ആരുമില്ല. നിങ്ങളെ വലതുഭാഗത്ത് മണ്ണ്, ഇടതുഭാഗത്ത് മണ്ണ്, മുകൾ ഭാഗത്ത് മണ്ണ്, താഴ്ഭാഗത്ത് മണ്ണ് നീണ്ടു നിവർന്നിങ്ങനെ കിടക്കുന്നു. ജീവൻ മാത്രമാണ് നഷ്ടപ്പെട്ടത്, ബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി, ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ തന്റെ ചാരത്തിലൂടെ നടന്നു പോകുന്ന മനുഷ്യന്റെ ചെരുപ്പടിക്കാലിന്റെ ശബ്ദം വരെ കേൾക്കുമെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുവെങ്കിൽ, ആ ഖബറിൽ ഒറ്റക്ക് കിടക്കുന്ന സമയം നല്ല ബുദ്ധിയോടെ നീണ്ടു നിവർന്ന് നിങ്ങളിങ്ങനെ കിടക്കുന്നു. ആരും സഹായിക്കാനില്ല, ആരും നമ്മുടെ കരച്ചിൽ കേൾക്കുന്നില്ല. നമ്മുടെ മുകളിൽ മണ്ണാണ്, താഴെ മണ്ണാണ്, വലതുഭാഗത്ത് മണ്ണാണ്, ഇടതുഭാഗത്ത് മണ്ണാണ്. ആരും സഹായിക്കാനില്ലാത്ത ഖബറിൽ ഒറ്റയ്ക്ക് നീണ്ടു നിവർന്ന് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ കിടക്കുകയാണ്. നല്ല ഓർമ്മ വരുന്നു, നാഥാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആലോചിച്ച് കരയുന്നു. പക്ഷേ അവൾ ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് കിടക്കുന്നത്, ഞാനോ കൂരിരുട്ടിലാണ്, എനിക്ക് വെളിച്ചമില്ല. ആ പള്ളിക്കാട്ടിലെ ഭീകരമായ അന്തരീക്ഷത്തിൽ ഖബറിനുള്ളിൽ മണ്ണിനടിയിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല. എന്റെ പ്രിയപ്പെട്ട മക്കൾ കരയുന്നു, പക്ഷേ അവർ കിടക്കുന്നത് ബെഡിലാണ്, ഞാനോ മണ്ണിലാണ്. എന്റെ മുഖം മണ്ണിനോട് ചേർത്ത് വച്ചിരിക്കുന്നു. എന്റെ മുകൾ ഭാഗത്ത് മണ്ണാണ്, വലതുഭാഗത്ത് മണ്ണാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ലെന്ന് പറഞ്ഞ് വാവിട്ട് മനുഷ്യൻ കരയുന്ന രംഗം അഷ്റഫുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഖബറാളി കരയുന്ന കരച്ചിൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ കേട്ടുപോയാൽ ഒരിക്കലും ആ മനുഷ്യൻ പിന്നെ ബുദ്ധിയോടെ ലോകത്ത് ജീവിക്കില്ല. അത്രയും വലിയ കരച്ചിലാണ് ആ ഖബറിൽ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കരയില്ലേ കൂട്ടുകാരെ? നിങ്ങൾ ഓർത്തു നോക്കൂ, ഇന്ന് നിങ്ങൾ ഒറ്റക്ക് ആ പള്ളിക്കാട്ടിൽ അർദ്ധരാത്രി സമയത്ത് ഒരു ഖബറും കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന് പറഞ്ഞാൽ എത്ര നിങ്ങൾക്ക് ഭയപ്പാടുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. ആ ഖബറിൽ പോയി കിടക്കാൻ നമുക്ക് ധൈര്യം വരില്ലെങ്കിൽ ഖബറിന്റെ ഉള്ളിൽ പൂർണ്ണ ബുദ്ധിയോടുകൂടി, ഭൂമിയിലുള്ള ബുദ്ധിയേക്കാൾ ഏറെ ബുദ്ധിയോടുകൂടി നീണ്ടു നിവർന്ന് ഒരു മനുഷ്യനിങ്ങനെ കിടക്കുന്നു. ആ കിടക്കുന്ന സമയത്തോ അള്ളാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തുന്നു, ആ നീണ്ടു നിവർന്ന് വീട്ടുകാരെ കുറിച്ച്, കുടുംബക്കാരെ കുറിച്ച് ഓർത്ത് കരയുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ വേദനിക്കുന്ന അവസ്ഥ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ മണിയറയിൽ ആദ്യമായി സന്തോഷത്തോടെ ഇരിക്കേണ്ട ദിവസം, ഫാത്തിമ റളിയല്ലാഹു അൻഹ മണിയറയിൽ ഇരിക്കുമ്പോഴാണ് അലി എന്ന ചെറുപ്പക്കാരൻ മനസ്സിലെ സങ്കല്പവുമായി കടന്നു വരുന്നത്. വർഷങ്ങളായി ജീവിതത്തിലേക്ക് ഒരു പങ്കാളിയെ പ്രതീക്ഷിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല പങ്കാളി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമയാണ് തന്റെ പ്രിയനേശ്വരി. മനസ്സിൽ പ്രതീക്ഷയുടെ നാമ്പുമായി കടന്നു വരുന്ന അലിയുടെ മുന്നിൽ ഫാത്തിമ നിയന്ത്രണം വിട്ട് തേങ്ങി തേങ്ങി കരയുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, ഫാത്തിമ, നീ എന്തിനാണ് കരയുന്നത്? നീ നിന്റെ വീട്ടിൽ നിന്ന് വന്ന് പുതിയൊരു ലോകത്ത്, പുതിയ ചുറ്റുപാടിൽ നിനക്ക് ജീവിക്കാൻ പ്രയാസമുണ്ടല്ലേ ഫാത്തിമ?
പക്ഷേ നീ പ്രയാസം അനുഭവിക്കുമ്പോ നിന്റെ കൂടെ നിൽക്കാൻ നിന്റെ പ്രണേഷൻ അലിയില്ലേ ഫാത്തിമ എന്ന് ചോദിക്കുമ്പോ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെ വെച്ച് നൽകിയൊരു മറുപടിയുണ്ട്, അലി എന്നെ കരയിപ്പിക്കുന്നതും നിങ്ങൾ ഇന്ന് എന്റെ കൂടെയുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ ചെറിയൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോ, ഒരു ചെറിയ അസ്വസ്ഥത എന്റെ മുന്നിലേക്ക് വരുമ്പോ, ഞാൻ എന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അവരിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വരുമ്പോ എന്നെ സമാധാനിപ്പിക്കാൻ എന്റെ പ്രണേശ്വരനുണ്ടല്ലോ. അതേ സമയത്ത് സാധുവായ ഫാത്തിമയുടെ റൂഹ് മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം ഇന്ന് രാത്രി പിടിച്ചാൽ നാളെ രാവിലെ നിങ്ങൾ എന്നെ കെട്ടിപ്പൊതിഞ്ഞ് പള്ളിയിലെ മക്ബറയുടെ ചാരത്ത് കൊണ്ടുവയ്ക്കും. ആ ഖബറിന്റെ ആഴിയിലേക്ക് എന്നെ താഴ്ത്തി വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അലി എന്നോട് പറയും, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. പ്രിയപ്പെട്ട ഫാത്തിമ, നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഖബറിൽ നിന്നാണ്. ആ ഖബറിലേക്ക് എന്റെ ഫാത്തിമ തിരിച്ചു പോവണമെന്ന് പറഞ്ഞ് എന്റെ മുകളിൽ മണ്ണിട്ട് വാരിക്കൊണ്ട് നിങ്ങൾ എറിയുന്ന സമയത്ത് പാവപ്പെട്ട ഫാത്തിമക്കാരാ എനിക്ക് ആ സമയത്ത് എന്റെ കൂടെ നിൽക്കാൻ ആരാണെന്ന് ചോദിച്ച് വിതുമ്പി കരയുമ്പോ തറക്കാ ഫിറാശഹുമാ വഖാമാ ഫിദ്ദുജാ. ഫാത്തിമ റളിയല്ലാഹു അൻഹയും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹും രണ്ടുപേരും ഖബറിന്റെ ഭീകരതയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. സുബഹി വരെ മണിയറയിലെ ആദ്യ രാത്രിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ ഖബറിൽ നിങ്ങൾ ഓരോരുത്തരും കിടക്കുന്ന രംഗം ഒരു മിനിറ്റ് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾ ഓരോരുത്തരും കിടക്കുന്ന രംഗം അവനവൻ ആലോചിക്കണം. ഞാൻ ഖബറിൽ കിടക്കണമല്ലോ, എന്തായിരിക്കും എന്റെ അവസ്ഥ? ഞാൻ ഒറ്റക്ക് എന്റെ നാട്ടിലെ മക്ബറയിൽ കിടക്കുമ്പോ എന്താകും എന്റെ അവസ്ഥ എന്നാലോചിച്ച് ഒരു മിനിറ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ ഖബറിൽ ഒറ്റക്ക് നീണ്ടു നിവർന്ന് നിങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. നല്ല ഓർമ്മശക്തിയുണ്ട്. അപ്പോഴാണ് നിങ്ങളെ നെഞ്ചിലൂടെ ഒരിഴച്ചിൽ. ശ്രദ്ധിച്ചു നോക്കുമ്പോ ഒരു ഭീകര സർപ്പം ഇങ്ങനെ കടന്നു വരുന്നു. ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ നെഞ്ചിലൂടെ ഒരു ഭീകര സർപ്പം ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് കടന്നു വന്ന് നിന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് നിന്റെ മുഖത്തേക്ക് പത്തി വിടർത്തി തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. കൂരിരുട്ടിലും അതിന്റെ കണ്ണുകൾ തിളങ്ങുന്നു. ആ കൂരിരുട്ടിലും അതിന്റെ നാവിങ്ങനെ കത്തിപ്രകാശിക്കുന്നു. ആ സർപ്പത്തിന്റെ മുഖത്ത് നോക്കി എത്ര വർഷം കിടക്കണം കൂട്ടുകാരെ? ഓർത്തു നോക്കൂ. ജീവനുള്ള ഒരു സർപ്പം ബുദ്ധിയുള്ള നിന്റെ നെഞ്ചിൽ കിടക്കുകയാണ്. ആ സർപ്പം നിന്നെ ആഞ്ഞുകൊത്താൻ നാവ് പിളർത്തി നിന്റെ മുഖത്തേക്ക് പത്തി വിടർത്തി തുറച്ചു നോക്കി നിന്നെ കൊത്താൻ വേണ്ടി കാത്തിരിക്കുന്നു. ആ സർപ്പത്തിന്റെ മുഖത്ത് നോക്കി നിസ്സഹായനായി കരയാനല്ലാതെ ഇറങ്ങിയോടാൻ കഴിയില്ലല്ലോ. നിന്റെ മുകളിൽ മണ്ണാണ്, നിന്റെ താഴെ മണ്ണാണ്. കരഞ്ഞാൽ ആരും കേൾക്കില്ലല്ലോ. ഒറ്റക്ക് ഖബറിൽ കിടന്നുകൊണ്ട് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ കൂട്ടുകാരെ ഓർത്തു നോക്കൂ. എത്ര വർഷം ആ സർപ്പത്തിന്റെ മുഖത്ത് നോക്കി കിടക്കണം? 1 വർഷം മതിയോ? 2 വർഷം മതിയോ? 10 വർഷം മതിയോ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ വഫാത്തായി പോയവർ ഇപ്പോഴും ഖബറിൽ കിടക്കുകയല്ലേ? ഈസ അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ വഫാത്തായവർ 2000-ലേറെ വർഷമായി ഖബറിൽ കിടക്കുകയല്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ വഫാത്തായവർ വർഷാന്തരങ്ങളായി ഖബറിൽ കിടക്കുകയല്ലേ? 10,000-കണക്കിന് വർഷം ആ ഖബറിൽ കിടക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. പിന്നെയോ ആ ഖബറിൽ നിന്ന് നിങ്ങളെ ഗ്രാമത്തിലേക്ക് ഇനി തിരിച്ചു വരുമോ? ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് മാത്രമല്ല, ആ ഖബറിൽ നിന്ന് നമുക്ക് ചെല്ലാനുള്ളത് അനന്തമായ മഅ്ശറയാണ്. മഅ്ശറയിൽ നിന്ന് ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ്. ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത ഈ ഭൗതിക ലോകത്തെ പരിമിതമായ നിങ്ങൾ 70 വർഷത്തെ ജീവിതം ഓർത്തു നോക്കൂ. നിങ്ങൾക്ക് മുമ്പ് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. ഇനി നിങ്ങൾക്ക് ഖബറിൽ മാത്രം 10,000-കണക്കിന് വർഷം. മഅ്ശറയിലോ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരൊറ്റ വർഷത്തിന്, ഒരൊറ്റ ദിവസത്തിന് 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഅ്ശറ. ആ മഅ്ശറ ലോകത്തിൽ നിന്ന് അങ്ങോട്ട് പോയാൽ അനന്തമായി കിടക്കുന്ന സ്വർഗമോ നരകമോ
ഏതാണ് ആ സ്വർഗം, നരകം, ഏതാണ് നമുക്ക് നേടിയെടുക്കേണ്ടത്? ഇത് ചിന്തിക്കാതെ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന എന്റെ കൂട്ടുകാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളുടെ എണ്ണമെത്ര, നിങ്ങൾക്കിനി ജീവിക്കാനുള്ള മരണാനന്തര ലോകത്തെ ജീവിതം എത്ര? ഇവ രണ്ടും തുലനം ചെയ്തു നോക്കുമ്പോ ആ കോടാനുകോടി വർഷങ്ങൾക്കിടയിൽ എന്റെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്തിന്റെ ഈ ഭൂമി ലോകത്ത് 70 വർഷത്തെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു സോഡ കഴിക്കാനുള്ള സമയമുണ്ടോ? ഒരു ചെറിയ ശ്വാസയിക്കാനുള്ള സമയമുണ്ടോ? നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞ കാലഘട്ടം, നിങ്ങൾക്കിനി വരാനിരിക്കുന്ന കാലഘട്ടം, ഇവക്കിടയിൽ 70 വർഷം എന്നത് എത്ര ചെറിയൊരു കാലയളവാ. ആ കാലയളവ് നിങ്ങൾക്ക് സുഖിച്ചു ജീവിക്കണമെന്ന താല്പര്യം കാണിക്കുന്നതിന് പകരം ഞാൻ എന്റെ ലക്ഷ്യം നേടാൻ സീബിൽ നിന്ന് എന്റെ നാട്ടിലേക്ക് ഡ്രാഫ്റ്റ് അയക്കുന്നതിന് വേണ്ടി സീബിലെ സൗകര്യങ്ങൾ മറന്ന്, ഇവിടെയുള്ള സംവിധാനങ്ങൾ കൈയൊഴിച്ച്, കയ്യെത്തും ദൂരത്ത് ലഭിക്കുന്ന മുഴുവൻ സൗകര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നേടുന്നത് അത്രയും അത്യാവശ്യത്തിന് മാത്രം ഉപയോഗപ്പെടുത്തി, ആവശ്യങ്ങൾ പോലും പലപ്പോഴും മറന്ന് നാം നമ്മുടെ യഥാർത്ഥ ദീർഘകാലത്തെ വീടാകുന്ന കേരളത്തിലെ ഗ്രാമാന്തരീക്ഷങ്ങളിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നുവെങ്കിൽ, അവിടെ നിന്ന് അങ്ങോട്ട് അവസാനിക്കാത്തൊരു ലോകത്ത് കടന്നു പോകണമെന്ന് ചിന്തിക്കുന്ന എന്റെ കൂട്ടുകാരൻ ആ ലോകത്തേക്ക് വേണ്ടി എന്തേ സമ്പാദിക്കാൻ മറന്നു പോകുന്നത്? അവിടേക്ക് വേണ്ടി എന്തേ നാം നേടിയെടുക്കാൻ മറന്നു പോകുന്നത്? ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ആ ലോകത്തേക്ക് കടന്നു പോകേണ്ട എന്റെ കൂട്ടുകാർ, അനന്തമായ ആ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ ലഭിക്കുന്ന ഈ ഭൗതിക ലോകത്തെ പരിമിതമായ സുഖങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാതെ അനന്തമായ ഒരു ജീവിതത്തിലേക്ക് കൂടി അധ്വാനിക്കേണ്ടവരാണ് എന്റെ കൂട്ടുകാരെന്ന ഒരു ബോധം എന്റെ സഹപ്രവർത്തകർക്കുണ്ടാവണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്റെ കൂട്ടുകാരെ, അനന്തമായ ആ മരണാനന്തര ലോകത്ത് നമുക്ക് രണ്ടാലൊന്ന് നേടിയെടുക്കാൻ സാധിക്കും. ഒന്നുകിൽ അവസാനിക്കാത്ത സന്തോഷം, പരിധിയില്ലാത്ത സന്തോഷം. എങ്ങനെയാണ് സ്വർഗത്തെ ഞാൻ പരിചയപ്പെടുത്തുക? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തെക്കുറിച്ച് നമ്മെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഒരൊറ്റ വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗം, ആ സ്വർഗത്തെ നമുക്കെങ്ങനെ പരിചയപ്പെടുത്തണമെന്ന് ഒരു ചെറിയ ഉദാഹരണം. സദസ്സ് നിറഞ്ഞു നിൽക്കുന്നു. ആ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിനോട് അള്ളാഹുവിന്റെ റസൂലിന്റെ ക്വസ്റ്റ്യനാണ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന പരമാവധി ദുഃഖം, പരമാവധി വേദന അനുഭവിക്കുന്നു ഒരു മനുഷ്യൻ എന്ന് സങ്കല്പിക്കുക. അദ്ദേഹം ജനിച്ചതു മുതൽ മരണം വരെ ഈ ദുഃഖം അനുഭവിക്കുകയാണ്. ആ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ കൂട്ടുകാരൻ, ആ മനുഷ്യൻ മരണപ്പെടുന്നു. അള്ളാഹു ആ മനുഷ്യനെ എടുത്ത് സ്വർഗത്തിൽ വെക്കുകയാണ്. ഒരു സെക്കൻഡ് മാത്രം. ആ ഒരു സെക്കൻഡ് കഴിഞ്ഞ് സ്വർഗത്തിൽ കേക്ക് വെക്കുന്ന ആ മനുഷ്യനെ അള്ളാഹു എടുത്തൊരു ചോദ്യം ചോദിക്കുന്നു, മോനെ, ദുഃഖമെന്താണെന്ന് നിനക്കറിയുമോ? ആ മനുഷ്യന്റെ മറുപടി, ദുഃഖോ, വിഷമമോ, വേദനയോ, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ല റബ്ബേ. എന്താണ് കാരണം? സ്വർഗത്തിലെ ഒരു സെക്കൻഡ് സന്തോഷമെന്ന് പറയുന്നത് മരണം വരെ മനുഷ്യൻ അനുഭവിക്കാവുന്ന പരമാവധി വേദനകളെയും മറപ്പിച്ചു കളയുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഓർത്തു നോക്കൂ, അള്ളാഹുവിന്റെ ഹബീബ് ഈ സ്വർഗം നന്നായി പരിചയപ്പെടുത്തി കൊടുത്ത ഒരു സദസ്സ്. സ്വർഗം അങ്ങ് പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂല് ഒരു യുദ്ധഭൂമിയുടെ പ്രാരംഭത്തിൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഊമു ഇലാ ജന്ന, സ്വർഗത്തിലേക്ക് എണീക്കൂ സഹാബികളെ. ഫഖാമ ഉമൈർ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി ഉമൈർ റളിയല്ലാഹു അൻഹു ചാടി എണീറ്റു. അള്ളാഹുവിന്റെ റസൂല് ആ സദസ്സിനോട് പറയുന്നത്, ഖൂമു ഇലാ ജന്ന അർളുഹസ് സമാവാതു വൽ അർള്, 7 ആകാശത്തെക്കാളും ഭൂമിയെക്കാളും വിശാലമായ സ്വർഗത്തിലേക്ക് കയറി വരൂ, ഓടി വരൂ, എണീക്കൂ. ഫഖാമ ഉമൈർ, ഉമൈർ അങ്ങ് ചാടി എണീറ്റു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നത്, അൽ ജന്നത്തു അർളുഹസ് സമാവാതു വൽ അർളു യാ റസൂലല്ലാഹ്, സ്വർഗം എന്ന് പറഞ്ഞാൽ
7 ആകാശത്തെക്കാളും ഭൂമിയെക്കാളും വിശാലമാണോ നബിയെ? എന്താ ക്വസ്റ്റ്യൻ? ആലങ്കാരികമായി പറഞ്ഞതാണോ, ആവേശം ലഭിക്കാൻ പറഞ്ഞതാണോ, അതോ യാഥാർത്ഥ്യം തന്നെയാണോ എന്നറിയാനാണ് ക്വസ്റ്റ്യൻ. ഉടനെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അതേ സ്വഹാബി, അള്ളാഹുവിന്റെ സ്വർഗമെന്ന് പറയുന്നത് 7 ആകാശത്തെക്കാളും ഭൂമിയെക്കാളും വിശാലം തന്നെയാണ്. ഫഖാമ ഉമൈർ, ഉമൈർ ഒന്നുകൂടി എണീറ്റു. ഫഖാൽ, ഉമൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അൽ ജന്നത്തു അർളുഹസ് സമാവാതു വൽ അർളു യാ റസൂലല്ലാഹ്, സ്വർഗം എന്ന് പറഞ്ഞാൽ 7 ആകാശത്തെക്കാളും ഭൂമിയെക്കാളും വിശാലമാണോ നബിയെ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അതെ, സ്വർഗമെന്ന് പറയുന്നത് 7 ആകാശത്തെക്കാളും ഭൂമിയെക്കാളും വിശാലമാണ്. ഫഖാമ ഉമൈർ, മൂന്നാമത് ഒരു തവണ കൂടി മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു എണീറ്റു. ഉമൈർ റളിയല്ലാഹു അൻഹു ആവർത്തിച്ച് ഒന്നുകൂടി ചോദിക്കുന്നു, നബിയെ, സ്വർഗം എന്ന് പറയുന്നത് 7 ആകാശത്തെക്കാളും ഭൂമിയെക്കാളും വിശാലമാണ് എന്ന് നിങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെയാണോ? അതെ എന്ന് അള്ളാഹുവിന്റെ റസൂല് മറുപടി പറയുമ്പോ ഫഖാമ ഉമൈർ, ഉമൈർ എണീറ്റു. ഫഖാല ബഖിൻ ബഖിൻ യാ റസൂലല്ലാഹ്, ഹായ് ഹായ് ഹായ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ഉമൈർ, എന്താണിത്? ഫഖാമ ഉമൈർ ഫഖാൽ, ഉമൈർ റളിയല്ലാഹു അൻഹു എണീറ്റ് പറയുന്നത്, നബിയെ, ഞാൻ ആ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് എന്റെ മനസ്സെന്നോട് പറയുന്നു. ഒരൊറ്റ ഓട്ടമാണ് ഉമൈർ. തിരിച്ചു വരുന്ന സഹാബി ചോദിച്ചു, ഫൈൻ, എങ്ങോട്ടാണ് ഈ ഓടുന്നത്, എങ്ങോട്ടാണ് ഈ ഓടുന്നത്? ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം, ആ കാണുന്ന ശത്രുവിന്റെ കയ്യിൽ കിടക്കുന്ന പടവാളിന്റെ മിന്നിത്തിളങ്ങുന്ന മൂർച്ചയുള്ള ഭാഗമില്ലേ, ആ ഭാഗത്തിലൂടെ സ്വർഗം എന്നെ മാടി വിളിക്കുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് ഓടിച്ചെന്ന് അതാ കഷ്ണം കഷ്ണമായി ചിതറി വീഴുന്ന ഉമൈർ റളിയല്ലാഹു അൻഹു സ്വർഗം ഹബീബിൽ നിന്ന് പഠിച്ചതാ. ലഹും മാ യഷ്തഹൂൻ, ആഗ്രഹിക്കുന്നത് മുഴുവനും കിട്ടുന്ന ഒരു ലോകം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളോടൊക്കെ ഇപ്പൊ പറയാ, സീബിലെത്തി എന്റെ കൂട്ടുകാരോട് പറയാ, നിങ്ങളൊക്കെ മനസ്സിന് എന്താണോ ആവശ്യമുള്ളത് ആഗ്രഹിച്ചോ, അത് മുഴുവനും തരാൻ പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹിക്കാനുണ്ടാകും, എന്തൊക്കെ ചിന്തിക്കാനുണ്ടാകും. അത് മുഴുവനും ലഭിക്കുന്ന ഒരു ലോകത്തേക്ക് അള്ളാഹു നമ്മെ സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ നമുക്ക് സ്വർഗം പരിചയപ്പെടുത്തുന്ന അറിയാം. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ബോധ്യപ്പെടുത്തുക, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് മുഴുവനും ലഭിക്കുന്ന ഒരു ലോകം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകം, അത്തരം ഒരു ലോകത്തേക്ക് വരാനിരിക്കുക. എന്റെ കൂട്ടുകാരോട് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയട്ടെ, എങ്ങനെ ഞാൻ നിങ്ങൾക്ക് സ്വർഗം പരിചയപ്പെടുത്തും? കൂട്ടുകാരെ, സ്വർഗം, നമുക്ക് താമസിക്കാനുള്ള സ്വർഗം, ആ സ്വർഗത്തിലെ ഒരു വീട്, ആ വീട്ടിലെ ഒരു റൂമിലെ ഒരു കട്ടിൽ, ആ കട്ടിലിന്റെ കാലിന്റെ അടിഭാഗത്ത് ഒരു ചെറിയ സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഭൂമി ലോകത്തേക്ക് വീണുപോയാൽ ഭൂമിയിൽ പിന്നെ ഇരുട്ടില്ല. അത്രയും പ്രകാശമാണിതിന്. ഒരു ഭാഗത്ത് സൂര്യൻ നിലനിൽക്കെ തന്നെ നമുക്ക് ഇരുട്ട് അനുഭവപ്പെടുന്നു. എന്നാൽ ഈ സ്ക്രൂ വീണാൽ ഇരുട്ടാവില്ലെങ്കിൽ ആ സ്ക്രൂ ഫിറ്റ് ചെയ്യുന്ന കാലോ, ആ കാല് ഫിറ്റ് ചെയ്യുന്ന കട്ടിലോ, ആ കട്ടിലിന്റെ മുകളിലെ ബെഡോ, അതിൽ താമസിക്കുന്ന നിങ്ങളും ഞാനുമോ? എങ്ങനെ നിങ്ങൾക്ക് ഞാൻ സ്വർഗം പരിചയപ്പെടുത്തും? ഞാനൊരു തവണ ഇങ്ങനെ കിതാബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോ കണ്ടു, അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. ആ സ്വർഗത്തിൽ എത്തിപ്പെട്ടാൽ എനിക്കിങ്ങനെ തോന്നാ, പടച്ചോനെ, സീബിൽ ഒരുപാട് കൂട്ടുകാർ എന്റെ പ്രഭാഷണം കേട്ട് ദീനി ദഅവത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം വിശുദ്ധമാക്കാൻ വേണ്ടി തയ്യാറായല്ലോ. ആ ജീവിത വിശുദ്ധിയിലേക്ക് കയറി വന്ന് സ്വർഗം നേടി എന്റെ കൂട്ടുകാരെ ഒന്ന് കാണണമോ എന്ന് കൊതിച്ചാൽ തീർച്ചയായും എനിക്ക് മൊബൈൽ ഫോണിൽ വിളിക്കേണ്ട ഗതികേടില്ല, കാർ എടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഞാനിരിക്കുന്ന കട്ടിൽ അങ്ങനെ തന്നെ പറന്നു വന്ന് നിങ്ങളുടെ തൊട്ടു ചാരത്ത് നിൽക്കാൻ, നിങ്ങളുമായി സംസാരിക്കാൻ എന്തൊരു സന്തോഷമായിരിക്കും അത്. പ്രായാധിക്യം വരാത്തൊരു ലോകം, ക്ഷീണമില്ലാത്ത ലോകം, ആശുപത്രി ഇല്ലാത്ത ലോകം, തളർച്ചയില്ലാത്ത ലോകം, ഗവേഷണങ്ങളില്ലാത്ത ലോകം, പഠനമില്ലാത്ത ലോകം. അവിടെ എത്തിയ ജോലിക്ക് പോവണ്ട, അവിടെ എത്തിയ സ്കൂളിൽ പോവണ്ട, അവിടെ എത്തിയ അധ്വാനിക്കണ്ട. പിന്നെന്താ അവിടുത്തെ പരിപാടി? ഹാപ്പി, പിന്നെയോ വീണ്ടും ഹാപ്പി, പിന്നെയോ വീണ്ടും ഹാപ്പി. അങ്ങനെ ഒരു ലോകം, അങ്ങനെ ഒരു ലോകം നമുക്ക് വേണ്ടി തയ്യാറായി വെച്ചിരിക്കുന്നു. ആ ലോകം കൈയൊഴിച്ചുകൊണ്ട് നമ്മൾ മറുഭാഗത്തേക്ക് നഷ്ടപ്പെടുത്തിയാലോ? ആ ലോകം കൈയൊഴിച്ചുകൊണ്ട് നമ്മൾ മറുഭാഗത്തേക്ക് നീങ്ങിയാലോ?
നമ്മക്കാൾ പടിവിഡ്ഢികൾ ആരാണുള്ളത്? ഞാൻ ചോദിക്കുന്നു എന്റെ കൂട്ടുകാരോട്, ഈ ഒരു ലോകം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ നിങ്ങൾ? കേവലം നാട്ടിലൊരു കൊച്ചു കൂരയ്ക്ക് വേണ്ടി ഇത്രയും ദൂരെ വന്ന് ഇത്രയും കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങളെ മനസ്സ് നിങ്ങളോട് താല്പര്യപ്പെടുത്തുന്നുവെങ്കിൽ, അനന്തമായ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച് അള്ളാഹു നിങ്ങളോട് 24 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? 12 മണിക്കൂർ പോയിട്ട് 8 മണിക്കൂർ പോയിട്ട് 2 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സ്നേഹവാനായ അള്ളാഹു, കാരുണ്യനിധിയായ അള്ളാഹു, അങ്ങേ അറ്റത്തെ കൃപയുള്ള അള്ളാഹു എത്ര ചെറിയ കാര്യങ്ങളാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എത്ര കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് സ്വർഗം തരാന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരിക്കൽ പോലും അള്ളാഹു നമുക്ക് കഴിയാത്തൊരു കാര്യം നിർദ്ദേശിച്ചിട്ടില്ല. നമുക്ക് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത് വളരെ ലളിതമാണ്. ഭക്ഷണം കഴിക്കുന്ന വകയിൽ സ്വർഗം തരാമെന്ന് പറയുന്ന റബ്ബ്, ബ്രഷ് ചെയ്യുന്ന വകയിൽ സ്വർഗം തരാന്ന് പറയുന്ന റബ്ബ്, കുളിക്കുന്ന വകയിൽ സ്വർഗം തരാന്ന് പറയുന്ന റബ്ബ്, ടോയ്ലറ്റിന്റെ വകയിൽ സ്വർഗം തരാമെന്ന് പറയുന്ന റബ്ബ്, അത്രയും സ്നേഹം കാണിക്കുന്ന ഒരു മതം, ഒരു റബ്ബ് ലോകത്ത് മറ്റാരുണ്ട്? ടോയ്ലറ്റിലേക്ക് പോകാതെ ഏതെങ്കിലും മതസ്ഥന് ജീവിക്കാൻ കഴിയോ? ബ്രഷ് ചെയ്യാതെ ഏതെങ്കിലും മതസ്ഥന് ജീവിക്കാൻ കഴിയോ? കുളിക്കാതെ ഏതെങ്കിലും മതസ്ഥന് ജീവിക്കാൻ കഴിയോ? അതിന്റെ പേരിലൊക്കെ സ്വർഗം തരാമെന്ന് പറയുന്ന ഒരു മതം, ആ മതത്തെ നമ്മൾ എന്തിനു ധിക്കരിക്കണം? ആ മതത്തെ നമ്മൾ എന്തിനു കൈയൊഴിക്കണം? എന്തേ നമുക്ക് ആ മതമനുസരിച്ച് ജീവിക്കുന്നതിന് തടസ്സമുള്ളത്? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയുന്നത്, തീർച്ചയായും അള്ളാഹു കാരുണ്യവാനാണ്. വളരെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ ഒരു 700 ദിർഹം ശമ്പളം ലഭിക്കുന്നതിന് വേണ്ടി, ഒരു 5000 നാട്ടിലെ രൂപ ബാക്കിയായി കിട്ടുന്നതിന് വേണ്ടി ഭാര്യമാരെ കാണാൻ കൊതിക്കുന്ന നിങ്ങൾ, പിഞ്ചു പൈതൽ ജനിച്ചിട്ട് ഒരു നോക്ക് പോലും കാണാൻ ഭാഗ്യമില്ലാതെ പ്രിയപ്പെട്ട പ്രായം ചെന്ന ഉമ്മയുടെ മുഖത്ത് നോക്കി മരുന്ന് കുടിച്ചോ ഉമ്മ എന്നൊരു ചോദ്യം ചോദിക്കാൻ മനസ്സ് ആഗ്രഹിച്ചിട്ടും സാധ്യമില്ലാതെ നിങ്ങൾ ഇവിടെ അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വളരെ ചെറിയ പ്രതിഫലത്തിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ, അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്ര വലുതാണ്, അത്ര വലുതാണ്. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി ശഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് നോക്ക് നിങ്ങൾ. അള്ളാഹുവിൽ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്, യഥാർത്ഥ അഹ്ലുസുന്നയുടെ അഖീദ ഉൾക്കൊണ്ടുകൊണ്ട്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന ഇഖ്ലാസോടുകൂടി നോമ്പനുഷ്ഠിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും അതോടുകൂടി കഴുകി വൃത്തിയാക്കി തരാമെന്ന് റബ്ബ് പറയുമ്പോ ആ നോമ്പ് നോറ്റെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതില്ലേ? ആ നോമ്പ് സ്വീകരിക്കാൻ നമുക്കാവേണ്ടതല്ലേ? ആ നോമ്പിനു വേണ്ടി തയ്യാറെടുക്കാൻ നമ്മൾ മുന്നോട്ട് വരേണ്ടതല്ലേ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, പക്ഷേ പലപ്പോഴും മറക്കുകയാണ്. നാം ഗൗരവമുള്ള കാര്യങ്ങൾ മറന്ന് അനാവശ്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമ്മെ വിളിക്കുന്ന ഏറ്റവും നല്ല ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. റജബ് മാസം കഴിഞ്ഞു, ഷഅബാനിലേക്ക് നാം കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. റമളാൻ കടന്നു വരാനിരിക്കുകയാണ്. ആ റമളാനിലും ഷഅബാനിലും റജബിലുമൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ പ്രതിഫലങ്ങൾ ഏറ്റുവാങ്ങാനും പ്രതിഫലം ചോദിച്ചു വാങ്ങാനും ലഭിക്കുന്ന പുണ്യ അവസരങ്ങളാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഇന്ന് വൈകിട്ട് 7 മഗ്‌രിബിന്റെ സമയമായി. അതുവരെ എന്റെ കൂട്ടുകാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ജോലിക്കടയിൽ നിന്ന് മഗ്‌രിബ് വാങ്ങി വിളിക്കുമ്പോ നിങ്ങൾ പള്ളിയിലെത്തുന്നു. ആ പള്ളിയിൽ കയറിയിരുന്ന് നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. നിസ്കരിക്കാനിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ തേടിയിട്ട് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. മഹാനായ മീകായിൽ അലൈഹിസ്സലാം വരുന്നു. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ, അസ്റായീൽ അലൈഹിസ്സലാം വരുന്നു. ബഹുമാനപ്പെട്ട മുൻകർ, നക്കീർ അലൈഹിസ്സലാം വരുന്നു. ഞാൻ പറയുന്നത്, ഈ പേര് കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾ അലൈഹിസ്സലാം എന്ന് പറയുന്നുണ്ടല്ലോ. അവരെന്താ, നിങ്ങൾ ഈ സീവുകാരാണോ? നിങ്ങളുടെ നാട്ടിലെ കുടുംബക്കാരാണോ? എന്തിനാ നിങ്ങൾ അവരെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയുന്നത്? ആ പേര് കേൾക്കുമ്പോഴേക്ക് അലൈഹിസ്സലാം എന്ന് പറയാൻ മാത്രം ആദരണീയരായ അള്ളാഹുവിന്റെ മലക്കുകൾ, ആ മലക്കുകൾ നിങ്ങളുടെ കാൽക്കിലേക്ക് ഇങ്ങോട്ട് വരികയാണ്.
എന്നിട്ടോ നിങ്ങൾ അടുത്തു നിൽക്കാൻ വാശി പിടിക്കുക, ഞാനായി ഇവിടെ നിൽക്കുന്നത്, ഞാനായി ഇവിടെ നിൽക്കുന്നത്, ഞാനായി ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കാൽക്കൽ നിൽക്കാൻ വേണ്ടി അവര് വാശി പിടിക്കുന്നത് എന്തിന്? അവർക്ക് നിങ്ങളെ ബർക്കത്ത് കിട്ടാൻ, നിങ്ങളെ ബർക്കത്ത് അവർക്ക് കിട്ടാൻ, നിങ്ങളുടെ ബർക്കത്ത് കിട്ടാൻ അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ കാൽക്കലേക്ക് വന്ന് നിങ്ങളെ കാൽപാദം മുതൽ ആകാശം വരെ നിരന്നു നിൽക്കുമെങ്കിൽ നിങ്ങൾ എവിടെ എത്തിപ്പോയി? എന്താ ഇപ്പൊ സംഭവിച്ചത്? നാം നിസ്കരിക്കാൻ വേണ്ടി നിന്നു. ആ നിസ്കാരത്തിന്റെ പവറാണത്. ചെയ്യുന്ന പ്രവർത്തനത്തിനനുസരിച്ചാണല്ലോ പവർ ഉണ്ടാകുന്നത്. ആ നിസ്കാരത്തിന്റെ പവറാണത്. നിങ്ങളുടെ കാൽക്കിലേക്ക് അള്ളാഹുവിന്റെ മുഖർറബുകളായ മലക്കുകൾ നിങ്ങളുടെ ബർക്കത്ത് സമ്പാദിക്കാൻ വേണ്ടി കയറി വരാൻ മാത്രം ഔന്നിത്യത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് നിങ്ങളെ 5 മിനിറ്റ് സമയം ഉയർത്തിയെടുക്കുകയാണ് യഥാർത്ഥത്തിൽ നിസ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്റെ കൂട്ടുകാരിൽ പലരുള്ള അവസ്ഥ എന്താ? ആ നിസ്കാരത്തിന്റെ സമയമായി. രാത്രി വൈകിയാണ് നിങ്ങൾ കിടക്കുന്നത്. 12 മണിക്കൂർ ജോലി ചെയ്തിട്ടാണ് നിങ്ങൾ വരുന്നത്. റൂമിലെത്തിയിട്ട് നിങ്ങൾ കലക്കാനുണ്ട്, വൃത്തിയാക്കാനുണ്ട്, വീട്ടിലേക്ക് കത്തെഴുതാനുണ്ട്, കണക്കുകൾ റെഡിയാക്കാനുണ്ട്, ഒരുപാട് കഷ്ടപ്പെടാനുണ്ട്. എനിക്കറിയാം. പക്ഷേ എന്റെ കൂട്ടുകാരെ, 2 റക്അത്ത് സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ എണീക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വരുന്നില്ല. ആ സുബഹിക്ക് അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് വിളിച്ചു പറയുമ്പോ നാഥാ, അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്ന് ചിന്തിക്കാതെ ചുരുണ്ട് കിടക്കാൻ, നിന്റെ ബ്ലാങ്കറ്റിന്റെ അകത്ത് ചുരുണ്ട് ഒതുങ്ങി നിൽക്കാൻ നിന്റെ മനസ്സ് നിന്നോട് താല്പര്യപ്പെടുന്നുവല്ലേ? ഞാൻ എന്റെ കൂട്ടുകാരനോട് പറയട്ടെ, അരമണിക്കൂർ സമയം ചുരുണ്ടുകൂടി കിടക്കാൻ ഈ എസിക്കകത്ത് നിനക്ക് ചെറിയ സുഖമാണ് ലഭിക്കുന്നതെങ്കിൽ ഞാൻ ഒറ്റ കാര്യം സൂചിപ്പിക്കുന്നു, അതിനു പകരം നിനക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ കടുപ്പം എത്രയാ? ആ കബറിൽ കിടക്കുന്ന നിന്റെ നെഞ്ചിലൂടെ കടന്നു വരുന്ന സർപ്പം നീ മറന്നുപോയോ? ഒറ്റക്ക് പള്ളിക്കാട്ടിലെ ഭീകരമായ അന്തരീക്ഷത്തിൽ മണ്ണിനടിയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ആ കൂട്ടുകാരന്റെ നെഞ്ചിൽ കിടക്കുന്ന സർപ്പം 9 തലകളാണ്. ആ സർപ്പത്തിന് 9 തലകളുള്ള സർപ്പമെന്ന് ഐതിഹ്യത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. യാഥാർത്ഥ്യത്തോടെ നിങ്ങൾ കാണാനിരിക്കുകയാണ്. ആ സർപ്പം നിന്നെ ആഞ്ഞു കൊത്തുന്നു. ഒരു കൊത്ത് ആ സർപ്പം കൊത്തുമ്പോൾ 70,000 വർഷം അതിന്റെ വേദന കൊണ്ട് പെടയുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഒരൊറ്റ തവണ കൊത്തുമ്പോൾ 70,000 വർഷം വേദന കൊണ്ട് പെടയുമെങ്കിൽ എത്ര തവണയാ കൊത്തുന്നറിയോ? സുബഹി ബാങ്ക് വിളിച്ചു, എണീറ്റില്ല. ളുഹർ വരെ 9 തല വെച്ച് ഈ സർപ്പത്തിന് നിന്നെ എത്ര തവണ കൊത്തിവലിക്കാൻ സാധിക്കുമോ അത്രയും തവണ ഈ സർപ്പം നിന്നെ കൊത്തിവലിക്കുകയാണ്. കാൽക്കുലേറ്റർ കയ്യിലുണ്ടല്ലോ, മൊബൈൽ ഫോണിൽ കാൽക്കുലേഷൻ ചെയ്യാൻ സൗകര്യമുണ്ടല്ലോ. 9 തല വെച്ചുകൊണ്ടൊരു സർപ്പത്തിന് സുബഹി മുതൽ ളുഹർ വരെ എത്ര തവണ നിന്നെ കൊത്താൻ സാധിക്കുമെന്ന് പഠിച്ചോ. എന്നിട്ട് അതിന് 70,000 കൊണ്ടൊന്ന് പെരുക്കി നോക്കൂ. അത്രയും കാലം സർപ്പത്തിന്റെ കൊത്തേറ്റ് പെടയാൻ എന്റെ കൂട്ടുകാർക്ക് സാധിക്കുമോ? സാധിക്കില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ആ സർപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നിന്നെ രക്ഷപ്പെടുത്താൻ ഏക വഴിയുള്ളത് 2 റക്അത്ത് സുബഹി നിസ്കരിക്കലാണ്. 2 റക്അത്ത് സുബഹി നിസ്കരിക്കാൻ 2 മിനിറ്റ് വേണ്ട. ആ 2 മിനിറ്റ് സുബഹി നിസ്കരിക്കാൻ മടിച്ച് കോടിക്കണക്കിന് വർഷം സർപ്പങ്ങളുടെ കടിയേറ്റ് പെടയാൻ എന്റെ കൂട്ടുകാരൻ തീരുമാനിക്കുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ്, എത്ര വലിയ വിവേകക്കുറവാണ്. അതുകൊണ്ട് എന്റെ കൂട്ടുകാരോട് ഞാൻ അപേക്ഷിക്കുന്നത്, നിസ്കാരം വളരെ ഗൗരവമാണ്. നിസ്കാരത്തിന്റെ പ്രതിഫലം ഉന്നതമാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്നത് ഏറ്റവും കടുപ്പമുള്ള ശിക്ഷയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും കടുപ്പമുള്ള ശിക്ഷ നിസ്കാരം ഉപേക്ഷിക്കലാണ്. എന്തേ കാരണം? വ്യഭിചാരിയായ മനുഷ്യൻ വ്യഭിചാരം ചെയ്യുമ്പോൾ അവൻ വൻദോഷമാണ് ചെയ്യുന്നത്. പക്ഷേ അതോടുകൂടി അതുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ അവന് വേറെ ഒന്നും കയറി വരാനില്ല. നിസ്കരിക്കാത്തൊരു ചെറുപ്പക്കാരൻ, സുബഹി നിസ്കരിക്കാത്തവൻ, അവൻ ഭക്ഷണം കഴിക്കുന്നത്, വസ്ത്രം ധരിക്കുന്നത്, ഓഫീസിൽ പോകുന്നത്, ജോലി ചെയ്യുന്നത്, നിസ്കാരം ഖളാ വീട്ടുന്നത് വരെയുള്ള സകല പ്രവർത്തനങ്ങളും, ആ പ്രവർത്തനങ്ങൾ മുഴുവനും ഹറാമിന്റെ പട്ടികയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ
എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രതിഫലമുള്ളതും ഏറ്റവും കൂടുതൽ ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധാലുക്കളായി മാറണമെന്ന് എന്റെ സീബിലെ നല്ലവരായ സഹപ്രവർത്തകരോട് ഞാൻ അടിവരയിട്ട് പറയാം. ഞാൻ ഇത് ഇത്രയും ആവർത്തിച്ച് പറയാനുള്ള കാരണം, പലപ്പോഴും എല്ലാ രംഗത്തും നമ്മുടെ സുഹൃത്തുക്കൾ നല്ല ജീവിതം നയിക്കുന്നവരാണ്. ഏറെക്കുറെ നല്ലൊരു ശതമാനം ആളുകളും ദീനിയായ സ്വഭാവം നിലനിർത്തണമെന്ന് താല്പര്യമുള്ളവരാണ്. പക്ഷേ ഈ സുബ്ഹി നിസ്കാരത്തിന്റെ കാര്യത്തിൽ സാഹചര്യങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് പലപ്പോഴും നല്ല സുഹൃത്തുക്കളും അമാന്തം കാണിക്കുന്നു, ശ്രദ്ധിക്കാതെ പോകുന്നു എന്നത് വളരെ വേദനയോടുകൂടി ഞാൻ ഓർക്കുന്നു. അനന്തമായ അള്ളാഹുവിന്റെ ശിക്ഷയെ നേരിടാൻ കഴിവില്ല എന്ന ബോധം എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമുക്കുണ്ടാവണമെന്നാണ് ഞാൻ ഈ സമയത്ത് പറയുന്നത്. ഈ സമയത്ത് ഞാൻ ദീർഘിപ്പിക്കാതെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ഒരു ജീവിത കാഴ്ചപ്പാടിലേക്ക് എനിക്ക് മരിക്കണം. മരണാനന്തരം എനിക്ക് ഖബറുണ്ട്, അവിടെ എന്റെ കൂടെ ആരുമില്ല. അനന്തമായ മഹ്ശറയുണ്ട്, അതിനങ്ങോട്ട് എനിക്കൊരു ജീവിതം വരാനുണ്ട്. ആ ലോകത്തേക്ക് വേണ്ടി വളരെ ചെറിയ ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ മാത്രമേ എന്റെ റബ്ബനോട് നിർദ്ദേശിച്ചിട്ടുള്ളൂ. ആ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഒരു വിശുദ്ധമായ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുമെന്ന ഒരു പ്രതിജ്ഞയാണ് ഈ സമയത്ത് എന്റെ കൂട്ടുകാരെടുക്കേണ്ടത്. ഞാൻ എന്റെ കൂട്ടുകാരോട് പറയുന്നത്, വിശുദ്ധിയിലേക്ക്, വിജയത്തിലേക്ക് എന്ന ശ്രദ്ധേയമായ ഒരു പ്രമേയത്തെ സമൂഹ മനസ്സുകൾ സമർത്ഥിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ SYSന്റെ പ്രവർത്തകന്മാർ സംഘടിപ്പിക്കുന്ന ഈ ക്യാമ്പയിൻ തികച്ചും ഉപകാരപ്രദമാവണമെങ്കിൽ ശ്രോതാക്കളായ എന്റെ കൂട്ടുകാരുടെ മനസ്സ് കാവ്യലഹരിയോടുകൂടി പ്രഭാഷണം ശ്രദ്ധിക്കുന്നതിന് പകരം എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാനുള്ളൊരു ലോകമാണ് നാം ഈ പ്രതിപാദിച്ചിരിക്കുന്ന ലോകമെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും പാപങ്ങളിലേക്ക് കടന്നു വന്നാൽ അതിന്റെ ശിക്ഷ അനുഭവിക്കാൻ എനിക്ക് സാധിക്കുന്നതിനും അപ്പുറമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പാപമുക്തമായൊരു ജീവിതത്തിലേക്ക് കടന്നു വരികയും അനന്തമായ സ്വർഗം നേടിയെടുക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുക. തീർച്ചയായും സ്വർഗം നമുക്കുള്ളതാണ്. നമുക്ക് തന്നെയാണ് അള്ളാഹു സ്വർഗം സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് അള്ളാഹു സ്വർഗം തരാതിരിക്കില്ല. അള്ളാഹു നൽകുമാറാവട്ടെ. ആ സ്വർഗം നേടിയെടുക്കാനുള്ള ത്യാഗത്തിനു വേണ്ടി നാം തയ്യാറാവുക. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വശംവദരായി പാപികളായി മാറുന്നതിന് പകരം വീടുകളിലും റൂമുകളിലും സൗകര്യം ലഭിക്കുമ്പോഴൊക്കെ കടന്നു വരുന്ന സീരിയലുകളിലൂടെ ഇസ്ലാമിക സമൂഹത്തിന് ഒരിക്കലും പാടില്ലാത്ത പാപങ്ങൾ നിറഞ്ഞ സീരിയലുകൾക്ക് അടിമകളാകുന്നതിന് പകരം അനന്തമായ സ്വർഗം എനിക്ക് ലഭിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ആ സ്വർഗീയ ലോകത്ത് നമുക്ക് ആസ്വദിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി പാപമുക്തമായൊരു ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ എന്റെ കൂട്ടുകാർക്ക് സാധിക്കണം. ഇല്ലേ എന്റെ കൂട്ടുകാരെ, സ്വർഗം നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നതിലേറെ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് അനന്തമായ നരകമാണ്. ആ നരകത്തെക്കുറിച്ച് നാം ഒരു മിനിറ്റ് ആലോചിച്ചിട്ടുണ്ടോ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബ്, ഒരു തവണ നരകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂല് അതാ സമൂഹത്തെ വിളിച്ചുകൊണ്ട് ഒരു തവണ വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ സ്വഹാബികൾ ഓടി വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു ചോദ്യം ഉന്നയിക്കുന്നു. എന്തായിരുന്നു ചോദ്യം എന്നറിയുമോ? എന്തുകൊണ്ടാണ് ഹബീബെ കരയുന്നത്? അള്ളാഹുവിന്റെ റസൂലിന് മറുപടി നൽകാൻ സാധിക്കുന്നില്ല. പൊട്ടി കരയുകയാണ്. ബഹുമാനപ്പെട്ട മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ, വാ അബത്താ, എന്ത് പറ്റിപ്പോയി ഉപ്പ, എന്തിന് കരയുന്നുവെന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് മുഖത്ത് നോക്കി വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രതികരണം, ഞാൻ മനുഷ്യ സമൂഹത്തിലെ മുഅ്മിനീങ്ങളായ എന്റെ ആളുകൾ നരകത്തിൽ അനുഭവിക്കുന്ന ശിക്ഷ ആലോചിച്ച് കരയുകയാണ് എന്നാണ് പ്രതികരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ അത്ഭുതത്തോടെ ഹബീബിന്റെ മുഖത്ത് നോക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതികരണം, മോളെ ഫാത്തിമ, ആ നരകത്തിൽ കിടക്കുന്ന മനുഷ്യരുടെ അവസ്ഥ മഹാനായ ജിബ്രീൽ
ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിക്കുന്നു. ആ അള്ളാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുകയാണ്, ആ നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ തന്റെ ശരീരം മുഴുവനും കത്തിയാളി അതാ ശരീരത്തിൽ ഓരോ ഭാഗങ്ങളും ഇതാ ഞെരിഞ്ഞ് ഞെരിഞ്ഞ് ഉരുകി വീണുകൊണ്ടിരിക്കുമ്പോ അസഖ്യമായ വേദന കൊണ്ട് 10,000-കണക്കിന് വർഷം പാവിട്ട് കരഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിക്കുന്നു. എന്താണ് ആ അപേക്ഷ എന്നറിയുമോ? യാ മാലിക്കു, നരകം കാക്കുന്ന മലക്കേ, ഒന്ന് മരിക്കാനാവുമോ? ഒന്ന് മരിച്ചു കിട്ടുമോ? ഒന്ന് മരിക്കുമോ എന്ന് ചോദിച്ച് 1000-കണക്കിന് വർഷം വാവിട്ട് കരയുകയാണ്. ഒരു ചെറിയ നെഞ്ചുവേദന വരുമ്പോഴേക്ക് ആശുപത്രിയിൽ ഓടുന്ന ഞാനും എന്റെ കൂട്ടുകാരുമാണ്. ഒന്ന് മരിക്കോ അല്ലാ, ഒന്ന് മരിക്കോ റബ്ബേ എന്ന് ചോദിച്ച് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10,000 വർഷങ്ങൾക്ക് ശേഷം മാലിക് അലൈഹിസ്സലാമിന്റെ മറുപടി, സുമ്മലാ യമൂതു ഫീഹാ, നരകത്തിലെത്തിയാൽ ഇനി മരിക്കാൻ നിർവാഹമില്ല. ഇത് കേൾക്കുമ്പോഴുണ്ട് ഒരു കരച്ചിൽ, അല്ലാ മരിക്കില്ലല്ലേ റബ്ബേ, സഹിക്കാൻ എനിക്ക് കഴിവില്ലല്ലേ റബ്ബേ എന്ന് പറഞ്ഞ് മുഅ്മിനീങ്ങളായ ദോഷികളെ, നാം നരകത്തിൽ വെച്ച് കരയുന്ന കരച്ചിലാൾ നരകത്തിലെ ഏറ്റവും വലിയ ശബ്ദമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുവെങ്കിൽ നരകത്തിലെ ഭീകരമായ ലോകത്ത് നമുക്ക് കടന്നു ചെല്ലേണ്ടവരാണ്. അസഖ്യമായ ആ നരകം ഒരിക്കലും നമുക്ക് സ്വീകരിക്കാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും നേടിയെടുത്തു മരിക്കണമെന്ന ലക്ഷ്യബോധത്തോടുകൂടി അനന്തമായ സ്വർഗത്തിന് സാക്ഷാത്കാരത്തിന് വേണ്ടി ഞാൻ ത്യാഗം സഹിക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് നാം മുന്നോട്ട് ഗമിക്കുക. SYSന്റെ പ്രവർത്തകർ ഇന്നലകൾ ചെയ്തു വെച്ച നല്ല പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഒരു പടി കൂടി മാറ്റി വർദ്ധിപ്പിക്കാൻ ഈ വിശുദ്ധിയുടെ ക്യാമ്പയിൻ നിങ്ങൾക്ക് മുന്നിൽ കടന്നു വരികയാണ്. ഇതിന്റെ വൈവിധ്യമായ പ്രവർത്തനങ്ങളോട് സഹകരിച്ചുകൊണ്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന മതപ്രബോധന സംരംഭങ്ങൾക്ക് സഹായിച്ചുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ സഹകരണങ്ങളും എന്നും ആഗ്രഹിച്ചുകൊണ്ട് നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.